അസ്സലാമു അലൈക്കും ഹായ് ഓൾ. നല്ല മഴയല്ലേ, എങ്ങനെയുണ്ട്? പുതച്ച് മൂടി കിടന്നുറങ്ങാൻ നല്ല സുഖമുണ്ടല്ലേ? അങ്ങനെ ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ, നമുക്ക് നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി റെസിപ്പി പറഞ്ഞു കേട്ടോ. റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചക്കക്കുരു ഇഷ്ടം പോലെ കിട്ടുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ പണ്ടെല്ലാം കഷ്ടപ്പെട്ട് തൊലി കളഞ്ഞല്ലേ നമ്മൾ, ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരെ അങ്ങ് വേവിക്കാൻ വെക്കാം. വേവിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തൊലി ഇങ്ങ് വന്ന് കിട്ടിക്കോളും. പിന്നെ കുഴപ്പമില്ല, നമ്മൾ പണ്ടത്തെ പോലെ കുറേ സമയം കേട്ടിട്ട് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കൽ കേട്ടോ. എത്ര സമയം ലാഭമാണ്. പണ്ടെല്ലാം എൻ്റെ ഉമ്മയിൽ ഇരുന്ന് തൊലി കളയും ചക്കക്കുരുവിടെ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പം ഇല്ല. അപ്പോൾ ഇനി ഈസി ആയിട്ട് നമ്മൾ റെസിപ്പി ചക്കക്കുരു കൊണ്ടുള്ള എന്തുണ്ടാക്കാം. ചക്കക്കുരുവിൻ്റെ ഉണ്ട ഇടിക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ഉണ്ടയായാലും ഇത് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആക്കിയിട്ടാട്ടോ ചെയ്യുന്നത് ചക്കക്കുരുവിനെ കൊണ്ട്. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടി, തൊലിയൊക്കെ മാറ്റി. പിന്നെന്താണ്, നമുക്കിതിന് എന്താ റെസിപ്പി എന്ന് വെച്ചാൽ അതിന് വേണ്ടി ഉപയോഗിക്കട്ടെ. തൊലി കളയാൻ കുറേ ടൈം എടുക്കേണ്ട ആവശ്യമില്ല. അതാണിപ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ഈ ഒരു മെത്തേഡ് ഇപ്പോൾ കുറേയായി ഞാനിങ്ങനെ ഫോളോ ചെയ്യുന്ന കേട്ടോ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ചക്കക്കുരുവിൻ്റെ ഈ ഒരു ബ്ലാക്ക് പോർഷനാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സംഭവം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ തൊലി കളയുമ്പോൾ ഓൾറെഡി അത് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ അതിൽ ആ ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3/4 തേങ്ങ എടുത്തിട്ട് നല്ല പോലെ 1-ാം പാൽ 2-ാം പാലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് ഈ തേങ്ങ എത്ര പാൽ കിട്ടും അത്രയും നമ്മൾ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് പിഴിഞ്ഞെടുത്ത്, പിന്നെ നമ്മൾ ഈ ചക്കക്കുരു ഉണ്ടല്ലോ, നമ്മൾ വേവിച്ച് തൊലി കളഞ്ഞെടുത്ത ഈ ഒരു ചക്കക്കുരുവിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ക്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തിന് നമുക്ക് എല്ലാം കൂടി മിക്സിയിൽ നിന്ന് തന്നെ മിക്സ് ചെയ്ത് എടുക്കാമായിരുന്നു. ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ഫസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തപ്പോൾ അത്രയും പോരാ, പിന്നെ രണ്ടാമത് ഒന്നുകൂടി നല്ലപോലെ ഫൈനായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ ഒരു ചക്കക്കുരു നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതിൽ തന്നെ മിക്സ് ചെയ്തെടുക്കലേനും നല്ലത്. പക്ഷേ ആ ഒരു ഐഡിയ എനിക്ക് ആദ്യം പിന്നെ ഓർമ്മ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ചക്കക്കുരു ഒതുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കുക. നല്ലപോലെ ഫൈനായിട്ട് അരഞ്ഞു പോട്ടെ, അതാണ് നല്ലത്. ചെറിയ കുട്ടികളെല്ലാം കഴിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ചക്കക്കുരു ഇടയ്ക്കിടെ കടിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കെല്ലാം കുറച്ച് അവിടെ ഇവിടുന്ന് ചക്കക്കുരു കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റല്ലേ ചക്കക്കുരു. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. എന്താ തേങ്ങാപ്പാൽ അതിൽ നിന്നൊന്ന് മിക്സാക്കി എടുത്തോളെ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു കട്ടിയുള്ള പാൻ എടുക്കുക എന്നുള്ളതാണ് റെസിപ്പി എന്ന് പറഞ്ഞാൽ. നമ്മളില്ലേ പണ്ടെല്ലാം കായ് വറ്റിച്ചെടുക്കുന്നില്ലേ, നമ്മളെ പഴം, നേന്ത്രപ്പഴം, നമ്മളിവിടെ കായ് വറ്റിച്ചത് എന്ന് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ആൻ്റെ ഒരു മെത്തേഡ് തന്നെ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് നമ്മുടെ ചക്കക്കുരു വെച്ചിട്ട്. അപ്പോൾ പഞ്ചസാര ഇട്ട്, പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ പത്തിരിപ്പൊടിയില്ലേ, ഏത് പത്തിരിപ്പൊടിയാലും കുഴപ്പമില്ല, അതെടുക്കുക. നല്ല ഫൈൻ പൊടിച്ച പൊടിയായിരിക്കണമെന്നേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഈ ഒരു പ്രോസസ്സ് നമുക്ക് മിക്സിയിൽ തന്നെ ചെയ്യാനും കേട്ടോ. എന്നാൽ പിന്നെ ഇതൊന്നും നമുക്ക് പണിയില്ല, പാത്രങ്ങൾ വലിച്ച് വാരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ആദ്യം ആ കുരു നമ്മൾ ഒതുക്കി എടുക്കുമല്ലോ, ആ ഒരു സമയത്ത് തന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കുറച്ച് തേങ്ങാപ്പാലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നേരെ നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് കുറുക്കി എടുത്താൽ മതി, നമ്മൾ റെസിപ്പി റെഡി. പക്ഷേ ഞാനിപ്പോൾ ആ ഒരു മെത്തേഡല്ല ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെ ആ ഒരു ക്രഷ് ചെയ്ത കുരുവിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതാണ് നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്, എല്ലാം കൂടി മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്ത് ഇങ്ങെടുത്തോ എന്നുള്ളത്. ഞാനിപ്പോൾ ഇതില്ല നല്ലപോലെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഞാൻ കുറച്ച് സമയം എടുത്തു. എന്നിട്ട് പിന്നെ ഇല്ല, എനിക്ക് മിക്സാക്കി കിട്ടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തപ്പോൾ കേട്ടോ മിക്സ് ചെയ്തെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു നെയ്ബറാണ്. നെയ്ബർ പറഞ്ഞാൽ നമ്മളൊരു ചക്കക്കുരു കൂടുതലായിട്ടുണ്ടാകുന്ന സമയത്തിൽ നമുക്ക് മെയിനായിട്ട് ഇവിടുത്തെ എൻ്റെ കുട്ടികളെല്ലാം ചക്കക്കുരു കഴിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറി വെച്ചാൽ തന്നെ അവർ ആ ചക്കക്കുരു അവിടെ മാറ്റി വെച്ചിട്ട് കറി മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അവർക്ക് ഈ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ മക്കൾക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു ആലോചനയിൽ ചക്കക്കുരുവിൻ്റെ ഉണ്ടിയാൽ അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഒരു പീസോ ഹാഫോ ഒക്കെ കഴിച്ചിട്ട് അവർ വെച്ചിട്ട് പോകും. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെയാണ്, ചക്കക്കുരുവിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് അധികം ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമല്ലോ, ഞാൻ കണ്ടില്ല മിക്സിയിലിട്ട് ഒന്നും കൂടി ക്രഷ് മിക്സ് ചെയ്തെടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് ഇത് ചക്കക്കുരു എന്ന് റെഡിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടാലേ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ചക്കക്കുരു അവർക്ക് ശരിക്കും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഒട്ടും മനസ്സിലാവില്ല. ഇതിലേക്ക് ഞാൻ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ജീരകപ്പൊടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ജീരകം പൊടിച്ചിട്ടാണ് ചേർത്തത്. അപ്പോൾ അത് ഓപ്ഷനിലാണ്. പിന്നെ അങ്ങനെ പറയുന്നു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ല ഫ്ലേവറല്ല, ഇട്ടാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി വേണമെങ്കിൽ ചക്ക നിങ്ങളെ കയ്യിലുണ്ടെങ്കിലേ
അതെ, ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇതിലിട്ട് കൊടുക്കുക. ഇടയ്ക്കിടെ ചക്ക കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ വീട്ടുകാരുടെ മെയിനായിട്ട് എനിക്കെന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ അത് ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, എന്ത് കിട്ടിയാലും കഴിച്ചോളൂ. പക്ഷേ അങ്ങനെയല്ല, പ്രത്യേകിച്ച് നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾ, ഇനിയിപ്പം വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ട്, ഓരോ ചോയ്സൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളിപ്പോൾ പാചകം ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ നല്ലപോലെ മിക്സ്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ചെറിയ ജീരകവും ഏലക്കായ, ചക്കക്കുരു വേറൊരു ഫ്ലേവറും വേറൊരു സ്മെല്ലുമാണ്. ശരിക്കും നമുക്ക് ചക്കക്കുരാന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. നല്ലപോലെ മുത്താറിയെല്ലാം കുറുക്കിയെടുക്കുന്ന പോലെ കുറുക്കിയെടുത്ത് നല്ല ഡ്രൈ ആക്കി കുറുക്കിയെടുത്തിട്ട് വേണമെങ്കിൽ പ്ലേറ്റിൽ വെച്ചിട്ട് പുഡിങ്ങെല്ലാം കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെയും വേണമെങ്കിലൊക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ, എന്താണ് പായസത്തിനെക്കാട്ട് കുറച്ചുകൂടി ടൈറ്റായിട്ട് കോരി കുടിക്കുകയും വേണം, എന്നാലോട്ട് പിന്നെ ഓവർ ലൂസായി പോര്. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ ഹസ്ബൻഡിനൊക്കെ സാധാരണ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ആരടുത്ത് പറഞ്ഞിട്ടില്ല ഇത് ചക്കക്കുരു എന്നുള്ളതൊന്നും. ഞാൻ പറഞ്ഞ് ബൂസ്റ്റും അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു കുറുക്കാണ്, നിങ്ങൾ കഴിച്ചോക്കെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മുത്താറി ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ അത്യാവശ്യം കുറച്ചെങ്കിലും കഴിച്ചു കിട്ടും. ആ ഒരു രീതിക്ക് ചക്കക്കുരുവിൻ്റെ എല്ലാ ഗുണങ്ങളും ശരീരത്തിൽ എത്തിക്കിട്ടുമല്ലോ. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചക്കക്കുരു കിട്ടുന്ന സമയത്ത് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ചക്കക്കുരു മേടിക്കുന്നത്